ഞാൻ പറയാൻ പോകുന്ന സീരിയസ് കാര്യം. ഞാൻ ഈ പറയുന്നതിൽ ഒരു വരിയോ ഒരു വാക്കോ തെറ്റുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട കേരള പോലീസ് എന്നെ അറസ്റ്റ് ചെയ്യണം, മുഖ്യമന്ത്രി എന്നെ അറസ്റ്റ് ചെയ്യണം. ഓക്കെ പ്രസാദ്, ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ പരാതി നൽകിയ അതിജീവിതയെ അപമാനിച്ച കേസിൽ രാഹുൽ ഈശ്വർ അറസ്റ്റിലായിരിക്കുന്നു. 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ജാമ്യമില്ലാ കുറ്റമാണ് ഉള്ളത്. രാഹുൽ മാങ്കോട്ടായിട്ട് ബന്ധപ്പെട്ട് ഒരു യുവതി കംപ്ലൈൻറ്റ് നൽകിയിരുന്നു. ആ കംപ്ലൈൻറ്റ് നൽകിയ യുവതിയെ അധിക്ഷേപിച്ചു എന്നുള്ളതാണ് കേസ്. രാഹുൽ ഈശ്വർ നമുക്കിപ്പം നമ്മുടെ പ്രതികരണം ആരോപിക്കുന്ന ആളുടെ കൂടെ നമുക്ക് അവരുടെ വാദം പറഞ്ഞ് സംസാരിച്ച് നിൽക്കാം. പക്ഷേ രാഹുൽ ഈശ്വർ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് എതിർഭാഗത്ത് നിൽക്കുന്ന ആൾക്കാരെ അധിക്ഷേപിക്കുക തന്നെയാണ്. നമുക്കിപ്പോൾ തുടക്കം തൊട്ടെടുക്കാം. അതായത് ദിലീപിൻ്റെ കേസ് തൊട്ടെടുത്താലും ദിലീപിൻ്റെ കേസിലും രാഹുൽ ഈശ്വർ ഇതേ വാദം തന്നെയാണ് മുന്നോട്ട് വെച്ചിരുന്നത്. അതുപോലെ തന്നെ അണീറോസായിട്ട് ബന്ധപ്പെട്ട് ചെമ്മണ്ണൂരിലെ അണീറോസായിട്ട് ബന്ധപ്പെട്ട് ഉദ്ഘാടനത്തിന് മുമ്പ് ഒരു കേസ് വന്നില്ലേ, ആ സമയത്ത് അണീറോസിനെ കുറ്റം പറയാണ്, അങ്ങനത്തെ ഡ്രസ് ഇട്ടുകൊണ്ട് വന്നല്ലോ, അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്നുള്ള രീതിയിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ നിരന്തരമായിട്ടുള്ള കേസുകളിൽ മൊത്തം രാഹുൽ എന്ന വാക്കിൻ്റെ അർത്ഥം പോലും ഇരുട്ടിനെ ഇല്ലാതാക്കുന്നവനാണ്. ഇരുട്ടിനെ ഇല്ലാതാക്കുന്നല്ല, ഇരുട്ടിനെ പ്രചരിപ്പിക്കുന്നതാണ് രാഹുൽ ഈശ്വർ. ഈ രാഹുൽ ഈശ്വറും ഇപ്പോൾ രാഹുൽ മാങ്കോട്ടത്തിൻ്റെ കാര്യം പറയുന്നു. ഒരു ജനപ്രതിനിധി എന്ന് പറയുന്നത് അത്യാവശ്യം ഒരു ക്വാളിറ്റി ഉള്ള ആളായിരിക്കണം. ഇത് ഈ ഒരു സ്ത്രീ മാത്രമല്ല കംപ്ലൈൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ എന്തെങ്കിലും സത്യമുണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിക്കേണ്ടത് കോടതിയുടെയും പോലീസുകാരുടെ ചുമതലയാണ്. അത് വരുന്നതിന് മുമ്പ് തന്നെ ഒരു ലാപ്ടോപ്പ് പൊക്കിപ്പിടിച്ച് നിയമം അനുസരിക്കുന്ന ഒരാളാണെന്നാണ് രാഹുൽ ഈശ്വർ സ്വയം പറയുന്നത്. പക്ഷേ ശബരിമല വിഷയം വന്നപ്പോൾ അതൊക്കെ മാറ്റിയായിരുന്നു. കോടതി ഉത്തരവിനെ എന്തുകൊണ്ട് രാഹുൽ ഈശ്വർ മാനിച്ചില്ല? അപ്പോൾ അത് വിശ്വാസ പ്രമാണം, അത് എതിർക്കേണ്ടതാണ്. ബാക്കി എല്ലാ പ്രാവശ്യവും എന്തെങ്കിലും പൊക്കി കാണിക്കാൻ ഭയങ്കര മെടുക്കലാണ്. എപ്പോഴും ഒരു മിനിറ്റ് എന്ത് വന്നാലും അത് കയ്യിൽ കാണും, തെളിവുകൾ കാണും. ശങ്കരാടി പറയുന്ന പോലെ ഇതാണ് എൻ്റെ കയ്യിലുള്ള തെളിവെന്ന് പറയുന്നത് കൈപൊക്കി കാണിക്കുന്നതല്ലാതെ ഒരു അർത്ഥമായിട്ടുള്ള കാര്യങ്ങൾ രാഹുൽ ഈശ്വർ ഇതുവരെ സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല.